ഇന്ത്യൻ ഫുട്ബോളിൽ വരാനിരിക്കുന്നത് പ്രതീക്ഷയുടെ മാറ്റങ്ങളാണ്. ഒട്ടനവധി കാര്യങ്ങളാണ് ISLൽ സംഭവിക്കാൻ പോകുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ നിയന്ത്രണം ഇനി മുതൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഏറ്റെടുക്കുന്നു. അതിനുവേണ്ടി 20 വർഷത്തെ പ്ലാനാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇനി മുതൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തന്നെയായിരിക്കും ലീഗിന്റെ ഉടമസ്ഥരും സംഘാടകരും. വരുമാനത്തിന്റെ 50% ക്ലബ്ബുകൾക്ക് ലഭിക്കുമ്പോൾ 10% ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ സ്വന്തമാക്കും. ബാക്കി നിക്ഷേപകർക്കും പങ്കാളികൾക്കുമായി നീക്കിവെക്കും. സ്പോർട്ടിംഗ് മെറിറ്റ് നിലനിർത്തുന്നതിന് വേണ്ടി ലീഗിൽ പ്രമോഷനോടൊപ്പം റെലഗേഷനും ഉറപ്പാക്കും. എന്നാൽ ISLൽ നിന്നും റെലഗേറ്റ് ചെയ്യപ്പെടുന്ന ക്ലബ്ബുകൾക്ക് സാമ്പത്തിക നഷ്ടം സംഭവിക്കാതിരിക്കാൻ പാരച്യൂട്ട് പേയ്മെന്റുകൾ നൽകും. എന്നാൽ എല്ലാ കാര്യങ്ങളും ശുഭകരമല്ല. ക്ലബ്ബുകൾ 1 കോടി ഫീസായി നൽകണം. അതിനു പുറമെ ശമ്പള പരിധിയിലുള്ള അവ്യക്തതയും നിക്ഷേപത്തിനുള്ള സുരക്ഷയും ക്ലബ്ബുകളെ അലട്ടുന്നുണ്ട്. മാത്രമല്ല, സീസൺ എപ്പോൾ ആരംഭിക്കാൻ കഴിയുമെന്ന് വ്യക്തമാക്കാൻ പ്രസിഡന്റിന് കഴിയാത്തത് ക്ലബ്ബുകളെ അലട്ടുന്ന കാര്യം കൂടിയാണ്. അതേസമയം ഗോവൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് സ്പോർട്സ് സ്റ്റാർ വെബിൽ ചർച്ച വളരെ പുരോഗതി പ്രാപിച്ചുവെന്നും എല്ലാ ക്ലബ്ബുകളുടെ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തുവെന്നും നമ്മൾ നമ്മുടെ മോഡൽ പ്രപ്പോസ് ചെയ്തുവെന്നും ലീഗ് ഫെബ്രുവരി 5 തുടങ്ങാനാവുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പറഞ്ഞിട്ടുണ്ട്.